നമസ്കാരം. ഇറാഖും ഇറാനും വെനസ്വേലയും നൽകുന്ന മുന്നറിയിപ്പ് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്ത്യ സ്വന്തം രക്ഷാകവചം ഒരുക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കയ്യിൽ നിറയെ എണ്ണ ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന വെനസ്വേലയും ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഇറാനെയും നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അവർക്ക് വിഭവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് നിയന്ത്രിക്കുന്ന സിസ്റ്റം അവരുടെ കയ്യിൽ ഇല്ല എന്നതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ രാജ്യങ്ങളുടെ തകർച്ചയിൽ നിന്ന് പാഠം പഠിച്ച ഇന്ത്യ നിശബ്ദമായി നടപ്പിലാക്കുന്ന 4 വമ്പൻ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വെറും രാഷ്ട്രീയമല്ല, ഇന്ത്യയുടെ അതിജീവനത്തിൻ്റെ വഴിയാണ്. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക ഉപരോധം എന്ന പേടി സ്വപ്നമാണ്. ഇറാനും വെനസ്വേലയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അവർ തങ്ങളുടെ കച്ചവടം മുഴുവൻ അമേരിക്കൻ ഡോളറിനെ ആശ്രയിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംഭവിച്ചത് എന്താണ്? അമേരിക്ക ഒരു ദിവസം സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പണം അയക്കാനോ സ്വീകരിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ബാങ്കുകളിൽ പണമുണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇന്ത്യ പയറ്റിയൊരു മറുതന്ത്രം എന്താണ്? ഈ കെണിയിൽ വീഴാതിരിക്കാനാണ് ഇന്ത്യ റുപ്പി ട്രേഡ് കൊണ്ടുവന്നത്. ഡോളർ സിസ്റ്റം നാളെ ബ്ലോക്ക് ആയാലും റഷ്യയുമായും UAE-യുമായും ഇന്ത്യ രൂപയിൽ ഒരു കച്ചവടം നടത്താൻ സാധിക്കും. അതിനാണ് ഇന്ത്യ UPI എന്ന ആയുധം എടുത്ത് ഉപയോഗിച്ചത്. നമ്മുടെ ഫോണിലുള്ള UPI വെറും ഒരു ആപ്പല്ല. വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളുടെ സഹായമില്ലാതെ പണം കൈമാറാൻ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്ത സ്വന്തം വഴിയാണ് UPI. കൂടാതെ കപ്പലുകളുടെ യാത്ര തന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വെനസ്വേലയ്ക്ക് എണ്ണയുണ്ട്, പക്ഷെ അത് വാങ്ങാൻ വരുന്ന കപ്പലുകൾക്ക് പാശ്ചാത്യ കമ്പനികൾ ഇൻഷുറൻസ് നൽകില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലിനെ ഒരു തുറമുഖത്തും അടുപ്പിക്കില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ ആ എണ്ണ അവിടെ കെട്ടിക്കിടക്കുന്നു. അവിടെയും ഇന്ത്യ ഒരു മറുതന്ത്രം പയറ്റി. അതായത് ഇതിനെ മറികടക്കാനാണ് ഇന്ത്യ സ്വന്തം ചരക്ക് കപ്പൽ പടയെ ശക്തിപ്പെടുത്തുന്നത്. ഒപ്പം വിദേശ ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ ഇന്ത്യൻ സർക്കാർ ഗ്യാരണ്ടിയുള്ള ഇൻഷുറൻസ് പൂളുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ കപ്പൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം കപ്പലിൽ സാധനം കൊണ്ടുവരുമെന്ന് പറയാൻ ഇന്ത്യ പ്രാപ്തരാകുന്നു. ആയുധങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ. പണ്ട് ഇറാന്റെ യുദ്ധസമയത്ത് അവരുടെ ആയുധങ്ങൾക്ക് വേണ്ട സ്പെയർ പാർട്സുകൾ കിട്ടാതെ വന്നപ്പോൾ വലിയൊരു സൈന്യം നോക്കുകുത്തായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെയും ഇന്ത്യ തന്ത്രപരമായി കരുക്കൾ നീക്കിയത്, ഇന്ത്യ ഇത്രയും കാലം റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ആയുധം വാങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറുകയാണ്. തേജസ് വിമാനവും വിക്രാന്ത് കപ്പലും ടാങ്കുകളും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി തന്നെ മേക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. കൂടാതെ പ്രോപ്പിംഗ് സ്ട്രാറ്റജി, അതായത് ഇന്ത്യ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല, പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരുടെ വായ കീറുന്ന തരം പ്രതിരോധം, ഉദാഹരണത്തിന് ബ്രഹ്മോസ് പോലുള്ള ശക്തമായ മിസൈലുകളും മറ്റും ഇന്ത്യയുടെ കയ്യിലുണ്ട്. ആയുധത്തിന് അന്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് ഇനി ഇന്ത്യക്കുണ്ടാവില്ല. ബ്രഹ്മോസ് ഉൾപ്പെടെ എടുത്ത് ഇന്ത്യ പ്രയോഗിച്ചു. എണ്ണ എന്ന അടിമത്തം ഇറാനെയും വെനസ്വേലയും തകർക്കാൻ എണ്ണ വില ഇടിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം അവരുടെ വരുമാനം മുഴുവൻ എണ്ണയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മുടെ പണം മുഴുവൻ എണ്ണ വാങ്ങാൻ പുറത്തേക്ക് പോവുകയാണ്. അവിടെയും ഇന്ത്യ ഒരു ബുദ്ധി പയറ്റി. അതായത് ഇവിടെയാണ് ഗ്രീൻ ഹൈഡ്രജനും സോളാർ ഗെയിം ചേഞ്ചറുമാകുന്നത്. ഇത് വെറും പരിസ്ഥിതി സ്നേഹമല്ല, ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും പോകുന്ന ശതകോടികൾ ഇന്ത്യയിൽ തന്നെ നിന്നാൽ അത് മതി നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരാൻ. ചുരുക്കം പറഞ്ഞാൽ ഇറാനും വെനസ്വേലയും നമ്മളെ പഠിപ്പിച്ച പാഠം വലുതാണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ ഒരിക്കലും അയൽക്കാരനെ ഏൽപ്പിക്കരുത്. അതായത് നമ്മുടെ പണമിടപാടും നമ്മുടെ സുരക്ഷയും നമ്മുടെ ഊർജവും വിദേശ ശക്തികളുടെ ദയയിൽ ആകരുത്. സ്വന്തമായി തന്നെ ഇതെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി വയ്ക്കണം. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു സ്വയം പര്യാപ്തത, അതായത് ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി തന്നെ സുരക്ഷയായാലും ആയുധമായാലും പണമായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായി തന്നെ റെഡിയാക്കി വെച്ചാൽ, അതിൻ്റെ ഉള്ള എല്ലാ പ്ലാനിങ്ങുകളും കണ്ടുവച്ചാൽ, ഒരു രാജ്യത്തെയും ആശ്രയിക്കാതെ നിന്നാൽ ആ രാജ്യത്ത് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ അവർക്കൊരു സാമ്പത്തിക അടിത്തറ തന്നെ ആ രാജ്യത്തിന് തകർന്ന് തരിപ്പണമായാൽ നമുക്ക് ഒരു പ്രശ്നവും വരാതെ നമ്മുടെ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച, നമ്മൾ കണ്ടുപിടിച്ച ഓരോ സംവിധാനങ്ങളും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഈ ഇറാനും വെനസ്വേലയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നമുക്ക് ലോകം തന്നെ കാണിച്ചു തരുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു പാഠമായി തന്നെ മാറുകയാണ്.